As for Romeo, he is heavy-hearted with his own sorrows, and her love will add more excessive grief in the lover's eyes. Ammo. Sorry, എനിക്ക് ഉറക്കം വരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എഴുതിയ പോരെ? Okay, then go to sleep. Good night. Thank you. ക്ലാസ് വിട്ടു. സേതു, രണ്ടാളും നാളെ വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വന്നോളണം. ഉറങ്ങാം. അടുത്ത പീരീഡ് തുടങ്ങി. എന്തു പറ്റി? വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ട് കിടന്നോളാം. പറഞ്ഞു. സേതുവിന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് എഴുത്തും വായനയ്ക്ക് ഇനി വെളുപ്പിന് മതി. പോയി കിടന്നുറങ്ങേ. നിനക്കെന്താ ഉറക്കൂല്ലേ? ഉറക്കൂലല്ലോ. വന്ന് കിടന്ന് ഉറങ്ങടാ. ഇയാളാരാ? ഹെഡ്മാഷ മാഷ് വന്നിരിക്കുന്നു. ഏത് നേരത്താണ് ഈശ്വര ഇങ്ങോട്ട് പോരണമെന്ന് വാശി പിടിച്ചത്? ഇതിലും പേര് അവിടെ തന്നെ കഴിയണായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? സഹിക്കേനെ. സഹിക്കേ? ആകെ ഉള്ളത് ഈ ഒരു ഇറ. കൊല്ലും ഞാൻ അയാളെ. കൊല്ലും. ഡീഡി, നിനക്ക് അയാളെ ഒന്ന് പ്രേമിച്ചാലെന്താ? അയക്കെന്താ ഒരു കുഴപ്പം? അയ്യടാ, ഒരു കുഴപ്പമില്ല. ദിവ്യപ്രേമൊന്നും വേണ്ട കുട്ടി. ചുമ്മാ ഒന്ന് അഭിനയിച്ചാ മതി. നീ നിന്റെ വട്ടും കൊണ്ടൊന്ന് പോയേ അമ്മു. നാളെ 4 മണിക്ക് എഴുന്നേക്കാനുള്ളതാ. എങ്കിൽ നീ ഒരു വഴി പറയാൻ ഒതുക്കാൻ. വഴി? അതെ, ബാലാജി പറഞ്ഞ പോലെ അയാളെ ഒരു ലവില് കുരുക്കിയിട്ടാ പിന്നെ നമ്മൾ ഫ്രീയാ. ഫ്രീ ബേർഡ്സ്. ലവ് എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നാ മതി, വിവരം അറിയും. അയാൾ ആരോടെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രം. അവന്മാരെല്ലാ പെൺകുട്ടികൾക്കും നമ്പർ കൊടുത്തിട്ട് എന്തായി? ആരെങ്കിലും വിളിച്ചോ? അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഒരുത്തിക്ക് ധൈര്യം വരില്ല. പിന്നെയല്ലേ ഫോൺ ചെയ്യുന്നതും പ്രേമിക്കുന്നതും. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങൂലേ? നീയാണെന്ന് അറിഞ്ഞാലല്ലേ ചെയ്തു. ദേ, ഇത് കോളർ ഐ ഡി റെസ്ട്രിക്ട് ചെയ്ത ഫോണാ. ഇതിന്ന് വിളിച്ച നമ്പർ വരില്ല. പിന്നെ എങ്ങനെ നീയാ വിളിച്ചെന്ന് അറിയണേ? ശബ്ദം കേട്ട് മനസ്സിലാവില്ലേ? അതിന് വേറെ ആളുടെ ശബ്ദത്തിൽ സംസാരിച്ച പോരെ? വേറെ ആളുടെ ശബ്ദത്തിലോ? അതെങ്ങനെ? ഹലോ, ജയകൃഷ്ണ അല്ലേ? ഞാൻ അങ്ങയുടെ ഒരു ഫാനാ. ആർ യു ഫ്രീ നൗ? എന്താ ഞാനാ സംസാരിച്ചെന്ന് മനസ്സിലാവണുണ്ടോ? അയ്യോ, ഒട്ടും മനസ്സിലാവണില്ല. ഇതെങ്ങനെയാ? അപ്പോ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ? അമ്മോ, വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കാണ്ട് പോയേനെ. എന്ത് കുഴപ്പം? ഞാൻ തന്നെ വിളിച്ചോളാം. ഇതേതൊരു പ്രൈവറ്റ് നമ്പർ? ഹലോ, ആരാ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. അമ്മ വേണ്ടോ, ഒന്ന് മിണ്ടായിരിക്കേ. ഇതൊരു ശല്യമായല്ലോ. ഹലോ, ആരാ? ആരാ വിളിക്കുന്നേ? സംസാരിക്കുന്നേ വലിച്ചെറിഞ്ഞ് കളഞ്ഞോണ്ടല്ലോ. ആരാ? ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ബോഡി ഗാർഡ് ജയകൃഷ്ണൻ. നീ ആരാണെന്നല്ല ഫോണില്. അതല്ലേ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന ആരാന്ന്, അത് പറയണ്ടേ? എന്നാ പിന്നെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചൂടെ ആരാന്ന്? അതിന് നമ്പർ വരണ്ടേ? അപ്പൊ നമ്പർ പറഞ്ഞില്ല. ഇല്ല. എന്നാ കിടന്ന് ഉറങ്ങ്. നമ്പർ വരുമ്പോ എഴുന്നേറ്റ് ചോദിക്കാം. ഇന്ന് ഞാൻ ചിലപ്പോ നിന്റെ ശബ്ദം കേട്ടത് കൊണ്ടായിരിക്കും. ഇനി ഞാൻ എടുത്തു നോക്കാം. ഹലോ. ഹലോ. ഒരു പെണ്ണാ? പെണ്ണാ? ഏത് പെണ്ണ്? എന്റെ നമ്പറിൽ എന്തിനാ വിളിക്കണേ? ഹലോ, ആരെയാ വേണ്ടേ? ഇത് ജയകൃഷ്ണന്റെ ഫോണല്ലേ? അതെ. വിളിക്കണത് ആരാ? കാമുകിയാ. കാമുകിയാ? 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 നിന്റെ കാമുകി എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കണേ? എന്റെ ഒന്നുമല്ല, നിന്റെ കാമുകിന്നാ പറഞ്ഞത്. എന്റെ കാമുകി? ആരാണ് നീ? വേഷം കണ്ട് എടുത്തണ്ടല്ലോ, നിന്റെ പോലെ പല്ലടിച്ചും താഴെടും. വെക്കടി ഫോൺ. ഇന്നോഗ്രേഷൻ ഇത് ധാരാളം. സംഭവം ഏറ്റിട്ടുണ്ട്, ബാക്കി നാളെ. ഏതോ അമ്മോ, വാലോർക്ക് എഴുന്നേക്ക് രണ്ടാളും. മണി 4 കമോൺ കമോൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം രണ്ടുപേരും മോൻ കഴി താഴേക്കുക. കമോൺ, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. അമ്മോ കമോൺ കമോൺ, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. കമോൺ, ഗെറ്റ് റെഡി. പെട്ടെന്നാവട്ടെ.
ദേ എഴുന്നേറ്റ് കേട്ടോ, ഇല്ലെങ്കിൽ ആശാൻ ഇനി ഇങ്ങോട്ട് വരും.